നമസ്കാരം. ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ സന്യാസ സമൂഹം. എന്നാൽ ഈ കാലഘട്ടത്തിൽ വ്യാജ പ്രചരണങ്ങൾ മൂലം ഏറെ അപമാനിക്കപ്പെടുന്നതും ഈ സമൂഹം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുതുതലമുറ സന്യാസത്തെ വെറുക്കണം. ആരും സന്യാസ മഠങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഈ ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ ചില പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെന്ന് സാധാരണക്കാരായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും പുതുതലമുറയ്ക്ക് ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ മൂലം ചില സംശയങ്ങൾ സന്യാസ ജീവിതത്തെപ്പറ്റിയും സന്യാസ മഠങ്ങളെപ്പറ്റിയും ഉടലെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിവാരണമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇതിന് മറുപടി നൽകാൻ ഒരു സന്യസ്ത തന്നെ ഇവിടെ എത്തണമെന്നുള്ളത് നൈസ് ടംബ്ലറിന്റെ എക്കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു. സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ദൈവം അതിന് സാധ്യതകൾ ഒരുക്കി തന്നു. നൈസ് ടംബ്ലറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ സ്വരം. ഇന്നത്തെ ചർച്ചയിൽ നമ്മളൊപ്പം പങ്കെടുക്കുന്നത് കാനൺ ലോയിൽ ലൈസൻഷ്യേറ്റ് നേടിയിട്ടുള്ള SMI സഭാംഗമായ റവറൻ സിസ്റ്റർ ലിസിയ SMI ആണ്. ഏറ്റവും സ്നേഹത്തോടെ അതിലുപരി ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം റവറൻ സിസ്റ്റർ ലിസിയ SMI. സിസ്റ്റർ, സ്വാഗതം. താങ്ക് യു. സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ഞാനിപ്പോൾ കർണാടകയിലെ ബഗലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സേവനം അനുഷ്ഠിക്കുന്നത്. നോർത്ത് ബാംഗ്ലൂരാണ്, ഒരു ഇന്റീരിയർ വില്ലേജ് ആണത്. സിസ്റ്ററിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മുമ്പായിട്ട് തന്നെ ഒരു കാര്യം എടുത്ത് ചോദിക്കട്ടെ. തന്റെ സന്യാസ ജീവിതം ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? 44 വർഷമായി. 1978 ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, 44 വർഷത്തെ സന്യാസ ജീവിതം തൃപ്തികരമാണോ? അതല്ല എങ്കിൽ എന്നെങ്കിലും ഒരു പക്ഷേ ഒരു ചിന്തയിലെങ്കിലും ഞാൻ എടുത്തിരിക്കുന്ന ഇത് ഒരു മണ്ടത്തരമായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഏതെങ്കിലും ഒരു അവസരം ചിന്തയിലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. വളരെ ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഈ സമർപ്പണ ജീവിതം, എന്റെ ഈശോയോടൊത്തുള്ള ഈ ജീവിതം, എന്റെ സഹോദരങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ട ഈ ജീവിതം എത്ര മനോഹരമാണെന്ന് അനുഭവിച്ചറിയണം. എത്ര ആനന്ദകരമാണ്, എത്ര സന്തോഷപ്രദമാണ് എന്ന് നമ്മളത് അനുഭവിച്ചറിഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദമ്പതികളുമായി ഒത്തിരി അടുത്തിടപെടുന്ന എനിക്ക് അറിയാം ഒരു ദാമ്പത്യ ജീവിതത്തിന്റെയും സന്യാസ ജീവിതത്തിന്റെയും വ്യത്യാസം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മറുപടി പറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. സിസ്റ്ററിനുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: സന്യാസിമാർക്ക് മറ്റ് സ്ത്രീകളെന്ന പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമോ മാനുഷിക അവകാശങ്ങളോ ഇല്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ എന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ് സിസ്റ്റർ ഇതിന് പറയാനുള്ളത്? തീർച്ചയായും ഞാനത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ലോകമെമ്പാടും പോകുവാൻ പറ്റുമായിരുന്നോ? ഇന്ത്യ മൊത്തം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ ഞാൻ വിവാഹിതയായി എന്റെ ഭർത്താവിന്റെ അനുവാദം കൂടാതെ എനിക്ക് എവിടെങ്കിലും പോകുവാൻ സാധിക്കുമായിരുന്നോ? എന്റെ കുടുംബം, എന്റെ മക്കൾ എന്നുള്ള ചിന്താരീതിയിൽ ഞാൻ ഒരു ചെറിയ ഫാമിലിയായിട്ട് ഒതുങ്ങി കഴിഞ്ഞേനെ. പക്ഷെ ഒരു സന്യാസ ജീവിതത്തിൽ അങ്ങനെയല്ല. ഞങ്ങൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ആ നിയമങ്ങളുടെ കാര്യമായിരിക്കും ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഒരു ചട്ടക്കൂട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലിസിയ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ മാത്രമായിരിക്കില്ലല്ലോ. ഈ ഒരു കോൺവെന്റിനുള്ളിൽ തന്നെ 25 വർഷം, 30 വർഷം, 50 വർഷം തന്നെ ഒരു കോൺവെന്റിൽ തന്നെ കഴിയുന്ന സിസ്റ്റർമാരും ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് പുറത്തേക്ക് പോകാനോ പ്രവർത്തന സ്വാതന്ത്ര്യമോ ഒക്കെ നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ തീർച്ചയായിട്ടും അത് നിഷേധിക്കുകയാണ്. ഒന്ന് നോക്കിക്കേ, എത്രയോ സിസ്റ്റേഴ്സ് ആണ് സ്കൂളുകളിലും കോളേജുകളിലും ആശുപത്രികളിലും സേവനം അനുഷ്ഠിക്കുന്നത്. എത്രയോ പേരാണ് സോഷ്യൽ സർവീസ് കേന്ദ്രങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നത്. എത്ര പേരാണ് വീടുകൾ തോറും സന്ദർശിച്ച് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവർക്ക് സ്വാന്തനം നൽകുന്നത്. അതൊക്കെ ഈ 4 മതിൽക്കൂട്ടിനുള്ളിലല്ല. ഒരു പക്ഷേ ക്ലോയിസ്റ്റേഡ് കോൺവെന്റ്സ് അതൊരു പ്രത്യേക വിഭാഗമാണ്. അവരറിഞ്ഞുകൊണ്ട് എടുത്ത ഒരു തീരുമാനമാണ്. അത് 4 മതിൽക്കെട്ടിനുള്ളിൽ ലോകം മുഴുവനും വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത്
പ്രാർത്ഥനാ നിരതരായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും നമ്മുടെ ഉന്നമനത്തിനായി പ്രാർത്ഥിക്കുവാനും വേണ്ടി ഒരു ത്യാഗമായി അവരുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. ഓക്കെ മറ്റുള്ള സമർപ്പിതർ അങ്ങനെയല്ല. മിണ്ടാമട്ടത്തിലുള്ളവർ ക്ലോയിസ്റ്റേർഡ് നൺസ് വളരെ കുറവാണ്. ഓക്കെ അത് അവരുടെ തന്നെ സ്വയം തീരുമാനമാണ്, അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനമാണ്. പക്ഷെ ഇന്നും അവർക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് ഇറങ്ങി വരാം. അവർക്ക് ഞങ്ങളെ പോലുള്ള മഠങ്ങളിൽ അവർക്ക് വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ അതായത് ഇപ്പോൾ മിണ്ടാമടത്തിലുള്ള സിസ്റ്റർക്ക് വേണ്ടി വന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു കോൺഗ്രിഗേഷനിലേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഉണ്ട്. അവർക്ക് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലും വരാം, ഞങ്ങൾക്ക് അവരുടെ കോൺഗ്രിഗേഷനിലും പോവാം. ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ വളരെ വർഷങ്ങൾക്ക് ശേഷം മിണ്ടാമഠത്തിൽ ജോയിൻ ചെയ്തു. ഓക്കെ ഓക്കെ ഞാനൊരു ചോദ്യത്തിലേക്ക് കൂടി പോവുകയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. 4 ചുവരുകൾക്കുള്ളിൽ തടവറയാക്കി ഇരുട്ടിനുള്ളിൽ ഹോമിച്ചു തീരാനുള്ളതാണോ ഈ സ്ത്രീ? സന്യാസ മഠങ്ങൾ ഇങ്ങനെയാണ് എന്നൊരു പ്രമുഖ വാർത്താ അവതാരക പറഞ്ഞിട്ടുണ്ട്. ഏറ്റുപിടിക്കാൻ ചില എക്സ് കന്യാസ്ത്രീമാരുമുണ്ടായിരുന്നു. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? നമ്മൾ ഏറെക്കുറെ വാർത്താ മാധ്യമങ്ങൾ ചർച്ചകൾ കാണുമ്പോൾ ഒരിക്കൽ പോലും ഒരു സിസ്റ്റർ ഒരു സഭ മാനിക്കുന്ന ഒരു സിസ്റ്ററും ഒരു ചർച്ചയിലും പങ്കെടുക്കുന്ന കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അത്തരത്തിൽ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വിലക്കുകളുണ്ടോ? സാധാരണ അച്ഛന്മാരൊക്കെ പിന്നെയും കാണാറുണ്ട്, സിസ്റ്റേഴ്സിനെ ഒരിക്കൽ പോലും അത്തരം വേദികളിൽ കാണാൻ ഇടയുണ്ടായിട്ടില്ല. അതേപോലെ വരുന്നവർ തന്നെ എല്ലാം സഭയുടെ നെഗറ്റീവ് ആണ് പറയുകയും ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്താണ്? നോക്കിക്കേ, നമ്മുടെ മാധ്യമ പ്രവർത്തനങ്ങൾ ഒരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഓക്കെ അപ്പോൾ അവർ വിളിക്കുന്നവരും അങ്ങനെയുള്ളവരായിരിക്കാം. പിന്നെ പൂർണ്ണമായും ഇവരിങ്ങനെയുള്ള സംസാരങ്ങൾ, അപവാദങ്ങൾ ഉന്നയിക്കുന്നത് അവരുടെ അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും. അത് മാത്രമല്ല, അവർക്ക് നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടാകാം. എങ്ങനെയെങ്കിലും സഭയെ തകർക്കുക, സന്യാസ ജീവിതത്തെ തകർക്കുക. കാരണം സന്യാസ ജീവിതം വഴി നമ്മൾ എത്തിച്ചേരുന്ന, സഹനം അനുഭവിക്കുന്ന ആർക്കും വേണ്ടാത്ത ആളുകളുടെ ഇടയിലേക്കാണ്. അതൊരു പക്ഷേ അവർക്കത് സഹിക്കുന്നുണ്ടാവില്ല. ഞാൻ സമർപ്പണ ജീവിതത്തെ കുറിച്ച് ബൈബിളിൽ എന്താണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ സവിശേഷമായ വിളിയാണ്, സ്നേഹ സമ്മാനമാണ് സമർപ്പിത ജീവിതം. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്തിനാണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, എന്റെ ഇഷ്ടം അനുസരിച്ചോ എന്റെ മാതാപിതാക്കളുടെ ഇഷ്ടം അനുസരിച്ചോ മറ്റുള്ളവർ എന്നെ ഫോഴ്സ് ചെയ്തത് കൊണ്ടോ എനിക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉള്ളത് കൊണ്ടോ എനിക്ക് സഭയിൽ വന്ന് ചേരാൻ പറ്റത്തില്ല. എന്റെ ദൈവം വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി എന്നെ വിളിക്കണം, എന്നാലേ എനിക്കൊരു സഭയിൽ വരുവാൻ സാധിക്കുള്ളൂ. വന്നു കഴിഞ്ഞാൽ തന്നെ നോക്കിയ, ചിലപ്പോൾ 50 പേരുള്ള ഒരു ബാച്ചിൽ 10 പേരായിരിക്കും സിസ്റ്റേഴ്സ് ആകുന്നത്, ചിലപ്പോൾ 5 പേരായിരിക്കും, ചിലപ്പം 15 പേരായിരിക്കും സിസ്റ്റേഴ്സ് ആകുന്നത്. ഈ ഫോർമേറ്റിന്റെ സമയത്ത് ആർക്ക് വേണമെങ്കിലും പോകാം. പിന്നെ എല്ലാ വർഷവും 2 or 3 തവണ നമ്മുടെ ക്യാരക്ടറിന്റെ ഇവാലുവേഷൻ ഉണ്ട്. അതനുസരിച്ച് നമ്മുടെ സുപ്പീരിയേഴ്സിന് നമ്മളെ പറഞ്ഞു വിടാം. അതിലേക്കാണ് സിസ്റ്റർ ഞാൻ വരുന്നത്. ഞാൻ പറയുന്നത് പോലെ ആർക്കും വന്ന് കയറാവുന്ന ഒരിടമല്ല മഠങ്ങൾ. അതെ അതെ, അതായത് ഈ എക്സിസ്റ്റേഴ്സ് ഒക്കെ, അതായത് മുൻ കന്യാസ്ത്രീമാർ കുറച്ചുപേര് വന്നിരുന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഒരു പ്രായപൂർത്തി ആവുന്നതിന് മുമ്പേ ഒരു കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിർബന്ധിച്ച് വീട്ടുകാർ കൊണ്ടുവന്ന് മഠത്തിൽ ചേർക്കുന്നു. ആ കുട്ടി ഒരു തിരിച്ചറിവിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ സന്യാസ വസ്ത്രം ധരിക്കുന്നു. പിന്നെ അവർ ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയാണ്, അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞെങ്കിലും മാത്രമാണ് ഒരു പെൺകുട്ടിയെ മഠത്തിലേക്ക് അല്ലെങ്കിൽ സെമിനാരിലേക്കൊക്കെ, ആൺകുട്ടികളാണെങ്കിൽ സെമിനാരിലേക്കൊക്കെ നമ്മൾ ഓപ്ഷൻ ചെയ്യാവുള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരു കാര്യം വാസ്തവമാണ്,
10ാം ക്ലാസ് കഴിഞ്ഞവരെ നമ്മൾ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കറിയത്തില്ല എത്ര കോൺഗ്രിഗേഷൻസ് അങ്ങനെ എടുക്കുന്നുണ്ടെന്ന്. ഓക്കെ നമ്മൾ ബേസിക് ആയിട്ട് വെച്ചിരിക്കുന്ന +2 ആണ്. ഓക്കെ 10ാം ക്ലാസ് കഴിഞ്ഞു വരുന്നവരാണേലും ഒരു വർഷം അവർ ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ ഇംഗ്ലീഷ് പഠിച്ച് സഭയുടെ നിയമങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി വേദോപദേശം നൽകി അവരൊരു ഡിസിഷൻ എടുക്കുകയാണ് ഇവിടെ നിൽക്കണോ വേണ്ടയോ. സിസ്റ്റേഴ്സിന്റെ ജീവിതം കണ്ടിട്ട് എനിക്ക് ഈ ജീവിതം അനുകരിക്കാൻ, എനിക്ക് ഈശോയുടെ ജീവിതം അനുകരിക്കാൻ, ഈശോയുടെ കുരിശിനെ അനുകരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡിസിഷൻ അവരെടുക്കുകയാണ്. അവരെടുത്ത ശേഷം അവര് വീട്ടിൽ പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ അവർക്ക് +2 പഠിക്കാനായിട്ട് നമ്മൾ വിടുകയാണ്. അതിനുശേഷം അവർക്ക് 4 തൊട്ട് 6 വർഷം വരെയുള്ള ഫോർമേഷൻ ഉണ്ട്. ഈ സമയങ്ങളിലെല്ലാം സുപ്പീരിയേഴ്സിന് ഡിസിഷൻ എടുക്കാം, ഞാൻ എന്ന വ്യക്തിക്കും എനിക്ക് ഡിസിഷൻ എടുക്കാം. ഇതും കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ വ്രതം എടുത്തു കഴിഞ്ഞും എനിക്ക് 6 തൊട്ട് 9 വർഷം വരെ വീണ്ടും പരിശീലനമാണ്, ഫോർമേഷനാണ്. ഈ ഫോർമേഷന്റെ സമയത്തും എനിക്ക് ഡിസൈഡ് ചെയ്യാം ഈ ജീവിതം എനിക്ക് പറ്റുന്നതാണോ, ഈ മിഷൻ പ്രവർത്തനം, ഈ സേവനം എന്നെ കൊണ്ടാവുന്നതാണോ, അതോ വേറൊരു ജീവിത രീതി ഞാൻ തിരഞ്ഞെടുക്കണോ വേണ്ടയോ. ആ സമയം ആകുമ്പോഴത്തേക്കും, നിത്യവ്രതത്തിന്റെ സമയം ആകുമ്പോഴത്തേക്കും പ്രൊഫഷണൽ ട്രെയിനിങ്ങും ഈ സിസ്റ്റേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് പോവാനായിട്ടുള്ള സാഹചര്യം അവർക്കുണ്ട്. ഈ പരിശീലന സമയത്ത് പോകണമെന്നുണ്ടെങ്കിൽ കാനൻ ലോ പ്രകാരം അതിനുള്ള ഓപ്ഷൻസ് അവർക്കുണ്ടോ? അത് ഈസി ടു ആണോ? അതായത് ഇപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ വീട്ടുകാർ അവർ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലി കിട്ടാനോ അവരുടെ തുടർ പഠനത്തിനോ ഒക്കെ അത് തടസ്സപ്പെടില്ലേ? എന്റെ അറിവനുസരിച്ച് പല മഠങ്ങളും ഇവർക്കൊരു ജോലി കിട്ടുന്നത് വരെ ഇവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ സമയത്ത് വേണേലും എനിക്ക് പോകാം. ഞാൻ ഇപ്പം എനിക്ക് ഇതെന്റെ 62ാമത്തെ വയസ്സാണ്. 44 വർഷം ഞാൻ ഈ സന്യാസ സഭയിലുണ്ട്. പക്ഷേ ഇന്ന് വേണമെങ്കിലും എനിക്ക് പോകാം. നിയമപരമായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അനുവാദം വാങ്ങി എനിക്ക് പോകാം. അതുകൊണ്ട് പിന്നെ ഈ അജ്ഞത കൊണ്ടാണ് ഇവരിത് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ പരിഹാസപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്, അവഹേളിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ മീഡിയ ചർച്ചകൾ കാണുന്ന സമയത്ത്, അതായത് ഇപ്പോൾ സിസ്റ്റേഴ്സ്, ഇപ്പോൾ ഒരു മുൻ സിസ്റ്റേഴ്സ് ആയിട്ട് ഇരുന്നിട്ട് ആ മീഡിയ ചാനലിൽ വന്നിരുന്ന ഇത്തരത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കന്യാസ്ത്രീ എന്നുള്ള നിലയിൽ സിസ്റ്ററിന് ആ സമയത്ത് ഫീൽ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി തിരിച്ചൊരു മറുപടി കൊടുക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? എനിക്ക് പരിതാപമാണ് തോന്നിയത്. കാരണം സന്യാസത്തിന്റെ ചൈതന്യം അവർക്ക് നഷ്ടപ്പെട്ടു, സന്യാസത്തിന്റെ അരൂപി അവർക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഒരു വേദനയായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. അവർക്ക് വേണ്ടി അന്നു മുതൽ ഇന്നു വരെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സന്യാസത്തിന്റെ അരൂപി നഷ്ടപ്പെട്ടാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എന്തും പറയും. അത് സത്യമാണോ അല്ലയോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ ഒരു സമർപ്പിത എന്ന നിലയിൽ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ലിസിയ, മരണത്തോളം പരിഹസിക്കപ്പെടുകയും എളിമപ്പെടുകയും ചെയ്ത ഈശോയെ അനുകരിക്കാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്, നീ വ്രതമെടുത്തിരിക്കുന്നത്, നീ നിന്റെ ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു വേദവാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 12ാം അധ്യായം 24ാം തിരുവചനം. അതിങ്ങനെയാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവരെ എന്റെ പിതാവ് ബഹുമാനിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള 1-2 തിരുവചനങ്ങളുണ്ട്. കാരണം ഈ സമർപ്പിത ജീവിതം എന്ന് പറയുന്നത് ഈശോയുടെ കുരിശിലേക്കുള്ള ത്യാഗത്തിന്റെ വിളിയാണ്. അതുകൊണ്ടാണ് ഈശോ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഞാനിപ്പോ ഓർക്കുകയാണ്, ഞാൻ സഭയിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് എഴുത്തെഴുതി അവർ എന്റെ വീട്ടിൽ വന്നു.
അപ്പൊ ഞാൻ എന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവരെന്നോട് ആദ്യമേ പറഞ്ഞതാണ്, ഞങ്ങളുടെ ജീവിത രീതി ഒത്തിരി ത്യാഗപൂർണമാണ്. ഓക്കെ. ചിലപ്പോൾ നമുക്ക് വീടുണ്ടായെന്ന് വരില്ല, മരത്തിന്റെ അടിയിൽ കിടക്കേണ്ടി വരും. ലിസിയ റെഡിയാണോ എന്ന് ചോദിച്ചു. ഉം. ഞാൻ അതേ എന്ന് പറഞ്ഞു. നമുക്ക് ഒത്തിരി ത്യാഗങ്ങളുണ്ട്. നമ്മള് ഗ്രാമങ്ങളിൽ പോയി താമസിക്കുമ്പോ നമുക്കവിടെ മഠങ്ങളൊന്നും ഇല്ല. ഓരോ പാവപ്പെട്ട കുടുംബത്തിലും അവര് തരുന്ന ആ സൗകര്യം അനുസരിച്ച് നമ്മൾ അവിടെ അന്തി ഉറങ്ങണം. അതാണ് നമുക്കിനി അടുത്ത് അറിയേണ്ട ഒരു കാര്യം. കാരണം സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏറെക്കുറെ യുവജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സന്യാസികൾ വ്രതം എടുക്കുക എന്ന് പറയുന്നുണ്ട്. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. ഈ 3 വ്രതങ്ങൾ എടുക്കുന്നതോടുകൂടി അവരിലുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണോ അടിയറ വയ്ക്കുന്നത്? അതായത് അവർക്ക് സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങിക്കാനായിട്ടുള്ള അവകാശമില്ല, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ല. ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്, ഒരു മാനുഷിക അവകാശം പോലും നിഷേധിക്കുന്നതാണോ ഈ സന്യാസ വ്രതങ്ങൾ എന്ന് ചോദിച്ചാൽ സിസ്റ്ററിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഓക്കെ. നമ്മളെ ആ സഭയുടെ ഓരോരുത്തരും അവരവരുടെ സഭയുടെ നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കാനൻ നിയമം മാത്രമല്ല, ഓരോ സഭയുടെയും നിയമഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് കാണാതെ പഠിക്കുക മാത്രമല്ല, നമ്മളത് മനസ്സിലാക്കി പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായ ശേഷം മാത്രമേ നമുക്കൊരു സിസ്റ്റർ ആകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. നമുക്ക് വ്രതം എടുക്കാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും അറിയുന്നുണ്ട് അനുസരണ വ്രതം എന്ന് വെച്ചാൽ എന്താണ്, ദാരിദ്ര്യ വ്രതം എന്ന് വെച്ചാൽ എന്താണ്, ഭവോ ചാസ്റ്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്. നമ്മളെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഒരു പരീക്ഷ ഈ വ്രതങ്ങളെ കുറിച്ച് തന്നെ നമുക്കുണ്ട്. ഓക്കെ. അത് നല്ല മാർക്കോടുകൂടി പാസ്സായില്ലെങ്കിൽ നമുക്ക് സിസ്റ്റർ ആകാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ നമ്മൾ നിത്യവ്രതം എടുക്കുന്ന സമയത്ത് സമർപ്പിത പൂർണ്ണമായിട്ട് സന്യാസ സഭയ്ക്ക് നൽകപ്പെട്ടവരാണ്. അതിനാൽ തന്നെ ദാരിദ്ര്യ വ്രതം എടുക്കുന്ന സമർപ്പിതർ കാനാൻ നിയമം ലാറ്റിൻ കോഡിന്റെ 668 ക്യാനനും ഈസ്റ്റേൺ കോഡിന്റെ 468 523 പാരഗ്രാഫ് 3 അനുസരിച്ച് തന്റെ വ്യക്തിപരമായി നേടിയെടുക്കുന്നത് എന്തും അതോടൊപ്പം തന്നെ സന്യാസ സഭയുടെ പേരിൽ നേടിയെടുക്കുന്നതും ആ വ്യക്തിക്കുള്ളതല്ല. നല്ല അറിവോടുകൂടിയാണ് ആ വ്രതം എടുക്കുന്നത്, മറിച്ച് സഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ കിട്ടുന്ന ശമ്പളവും പെൻഷനും ഇൻഷുറൻസും ഗ്രാൻറ്റും തന്റെ സഭയ്ക്ക് തന്നെ നൽകേണ്ടതാണ്. ഓക്കെ. എന്ന് വേണ്ട, ലഭിക്കുന്ന ഒരു ഗിഫ്റ്റ് പോലും, ഇപ്പൊ ഞാൻ വീട്ടിൽ പോവുകയാണ്, വീട്ടിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നു, ഞാനത് ഇവിടെ കൊണ്ടുവന്ന് എന്റെ സുപ്പീരിയറിന്റെ കൊടുക്കണം. അതാണ് നിയമം. ഓക്കെ. ഓരോ സന്യാസ സഭയുടെ ഔദ്യോഗിക നിയമഗ്രന്ഥം ഇതേക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിച്ചിരിക്കും. ഓക്കെ. പക്ഷെ ഒരു സുപ്പീരിയറും നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതിവിടെ വെച്ചേക്കെന്നും പറഞ്ഞ് വെക്കത്തില്ല. എന്റെ എളിമ, എന്റെ അനുസരണ വ്രതം, എന്റെ ദാരിദ്ര്യ വ്രതം എന്നെ എന്റെ സുപ്പീരിയറിന്റെ കൊണ്ട് കൊടുക്കുന്നു. സുപ്പീരിയർ എന്നോട് തന്നെ പറയും, അത് വേണമെങ്കിൽ യൂസ് ചെയ്തോ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം, എന്താ ലിസിയ പറയുന്നതെന്ന്. എല്ലാ സഭയിലും ഉണ്ട് ഈ നിയമം. ഇത് കാനാൻ നിയമമാണ്. അപ്പം എല്ലാ വ്യക്തികളും ഇത് അനുസരിക്കേണ്ടതാണ്. ഓക്കെ. നമ്മൾ ചിന്തിക്കുമ്പോ അയ്യോ അതൊന്നും വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. എന്തുകൊണ്ടാണ്? നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കേണ്ടവരാണ്. കാരണം ഞാൻ ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്താൽ എന്റെ മനസ്സും എന്റെ ഹൃദയം അതേക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന അതിനായിട്ടല്ല. ആരോരും ഇല്ലാതെ വേദനിക്കുന്ന എത്രയോ വ്യക്തികളെ ഞാൻ സ്വാതന്ത്ര്യപ്പെടുത്തേണ്ടതാണ്. ഓക്കെ. എത്രയോ അമ്മമാർ മക്കളെ വലിച്ചെറിഞ്ഞ് കളയുന്നു. എത്രയോ മക്കൾ സ്വന്തം അപ്പനെയും അമ്മയെയും നൊന്ത് പെറ്റ് വളർത്തിയ അമ്മയെ പോലും ഉപേക്ഷിക്കുന്നു. അവരെയൊക്കെ നോക്കുക എന്നുള്ളത് സമർപ്പിതരുടെ കടമയല്ലേ? അതിനായിട്ടല്ലേ, ആ സ്നേഹ സേവനത്തിനായിട്ടല്ലേ ഈശോ ഞങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. ആ പൂർണ്ണ വിശ്വാസമുള്ളപ്പോൾ ഞങ്ങൾ ഈ പണത്തിന്റെയും ഈ ഗിഫ്റ്റിന്റെയും ഈ കാറിന്റെയോ ഒരു കെട്ടിടത്തിന്റെ അടിമയാകാനായിട്ടുള്ളവരല്ല. ഞങ്ങൾ സ്നേഹ സേവനത്തിന്റെ ഉടമകളാകാനുള്ളവരാണ്. അപ്പൊ അത് നമ്മളെ ഒരിക്കലും ലിമിറ്റ് ചെയ്യുന്നില്ല, സ്വതന്ത്രരാക്കുകയാണ്. ഓക്കെ, തീർച്ചയായും. അപ്പൊ ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ ഒരു സ്വന്തമായി കാറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ, ഒരു ബുക്ക് ഇറക്കുകയോ അങ്ങനെ ഇഷ്ടം പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ
അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഇപ്പോൾ ഒരു നിയമ ലംഘനമാണ് നടക്കുന്നത്. ആ നിയമ ലംഘനത്തെ സംബന്ധിച്ച് കാനൻ ലോ എന്താണ് പറയുന്നത്? അങ്ങനെ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സിസ്റ്റേഴ്സിന് എന്ത് ആക്ഷനാണ് കാനൻ ലോ പ്രകാരം എടുക്കാൻ സാധിക്കുക? ഡിസ്മിസ് ചെയ്യാം. ആദ്യമേ 3 പ്രാവശ്യം അവര് വാർണിംഗ് ലെറ്റർ കൊടുക്കണം. ഓക്കെ. ഡിസ്മിസലൊക്കെ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സുപ്പീരിയേഴ്സ് അവരെ വളരെ സ്നേഹത്തോടു കൂടി അവരെ റിമൈൻഡ് ചെയ്യും, ഓറലി റിമൈൻഡ് ചെയ്യും. എന്നിട്ടും അനുസരിക്കാത്തവരെ 3 തവണ ലെറ്റർ കൊടുത്ത് അവരുടെ സിഗ്നേച്ചർ വാങ്ങി വിറ്റ്നസസിന്റെ സാമീപ്യത്തിൽ വിറ്റ്നസസും സൈൻ ചെയ്ത് 3 വാർണിംഗ് ലെറ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നു. 3ാമത്തെ വാർണിംഗ് ലെറ്റർ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഒരു മാനസാന്തരം വന്നില്ലെങ്കിൽ പിന്നെ സഭാധികാരികൾ നമ്മളെ ഡിസ്മിസ് ചെയ്യാനായിട്ടാണ് പ്രോസസ് തുടങ്ങേണ്ടത്. ഓക്കെ, ഇത് കാനൻ ലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതെ, കാനന്റെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓക്കെ ഓക്കെ, ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തന്നെ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു കാണാൻ ചാൻസ് ഉള്ളത് തന്നെയായിരുന്നു. ഒരു ഫോട്ടോയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് തന്നെ. ലെസ്ബിയൻസ് ആണോ സന്യാസത്തിന് പോകുന്നത്? ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില ഫോട്ടോഷൂട്ടുകൾ കണ്ട് ചോദിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കൊരു കമന്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫോട്ടോസ് കാണുമ്പോൾ ഒരു സിസ്റ്റർ എന്ന നിലയിൽ സിസ്റ്ററിന്റെ വികാരം എന്തായിരുന്നു, അല്ലെങ്കിൽ സിസ്റ്ററിന് ആ സമയത്ത് തോന്നിയത് എന്താണ്? അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സന്യാസ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സഭാ നേതൃത്വം അല്ലെങ്കിൽ സന്യസ്തർ, നിങ്ങളുടെ ഒരു കൂട്ടായ്മ അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കേണ്ടി വരുന്നുണ്ട്. കാരണം നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ അത് കുറച്ചെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ സത്യമാണ് എന്നെങ്കിലും ചിന്തിക്കുന്ന ഒരു പറ്റം യുവജനങ്ങൾ ഉണ്ടായിക്കൂടെ? തീർച്ചയായും ഉണ്ടാകാം. അവിടെയും ഞാൻ തിരുവചനത്തിലേക്ക് കടക്കുകയാണ്. കത്തോലിക്ക പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും ആക്ഷേപിക്കുകയും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരുടെ ഈ തൽപര കക്ഷികളുടെ നമ്മളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരല്ല അവര്. നമ്മൾക്ക് വേണ്ടി വാദിക്കുകയാണ്, നമ്മുടെ അങ്ങ് രക്ഷകരാണ് എന്നും പറഞ്ഞിറങ്ങുന്നവർ സമർപ്പിതരെ സ്നേഹിക്കുന്നവരല്ല. സമർപ്പിത ജീവിതം നിർവീര്യമാക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്ന തിരുവചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം തിരുവചനം. എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, എന്റെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. എനിക്ക് 3 ആങ്ങളമാരുണ്ട്. 3 പേരും നല്ല വിദ്യാഭ്യാസവും അറിവും ജ്ഞാനവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരാണ്. ഇന്ന് വരെയും ഒരാൾ പോലും എനിക്കൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടില്ല, ലിസിയ ബുദ്ധിമുട്ടുണ്ടോ അവിടെ, ഈ മീഡിയയിൽ കാണുന്നത് ശരിയാണോ? കാരണം അവർക്കറിയാം അവരുടെ പെങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന്. അവരൊത്തിരി സന്യസ്തരുമായിട്ട് ഇടപെടുന്നുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ മഠം. അപ്പൊ അവർക്കറിയാം അച്ഛന്മാരുടെ ജീവിതം എന്താണ്, സന്യസ്തരുടെ സമർപ്പിതരുടെ ജീവിതം എന്താണെന്ന്. ഇപ്പോൾ ഞങ്ങളെ പരിരക്ഷിക്കുവാനാണെങ്കിൽ അവർ വേണ്ട ആദ്യം ഇറങ്ങിത്തിരിക്കുവാൻ, ഞങ്ങളുടെ മാതാപിതാക്കൾ വേണ്ട ആദ്യം ഇറങ്ങിത്തിരിക്കുവാൻ. അതുകൂടാതെ അതിലുപരി ഞങ്ങൾക്ക് ഓരോ മഠത്തിലും ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് ഉണ്ട്. ഒരു 10-15 മഠങ്ങൾ ഒന്നിച്ചുകൂടി, അല്ലെങ്കിൽ 10-20 മഠങ്ങൾ ഒന്നിച്ചുകൂടി ഞങ്ങൾക്കൊരു പ്രോവിൻസ് ഉണ്ട്. അവിടെ പ്രൊവിൻഷ്യാലമ്മയുണ്ട്. പിന്നെ നമുക്കുള്ള പ്രോവിൻസുകൾ എല്ലാം കൂടി ഒന്നിച്ചുകൂടി ഞങ്ങൾക്ക് ജനറാലമ്മയുണ്ട്. അവരൊക്കെ ഞങ്ങളെ സംരക്ഷിക്കാനുള്ളവരാണ്. അവരാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ഞങ്ങൾക്കൊരു രോഗം വന്നാൽ, എനിക്ക് ക്യാൻസർ വന്നതാണ്, എന്നെ ആരാ നോക്കിയത്? ഇവരൊക്കെയാണ്. ഈ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നവരാണ് എന്നെ നോക്കിയത്. ഒരിക്കലുമല്ല. എന്റെ സഹോദരിമാര്, എന്റെ സുപ്പീരിയേഴ്സ്, എന്റെ മേലധികാരികൾ, പിന്നെ എന്റെ കുടുംബത്തിലുള്ളവർ, അവരാണ് എന്നെ നോക്കിയത്. ഇവർ ഈ വേഷം കെട്ടി വരുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അതിലുപരി നമ്മുടെ സഭയിലുള്ളവരല്ല ഇവര്. അപ്പൊ അവര് സഭയെ തകർക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ ലെസ്ബിയൻ പടം കണ്ടപ്പം ഞാനൊന്ന് ചിരിച്ചു. കാരണം എനിക്കറിയാം ഇവര് ഞങ്ങളെ അവഹേളിക്കുകയാണ്. പക്ഷെ ഇവർക്ക് എന്തോരം അവഹേളിക്കാൻ പറ്റും? ആർക്കും അറിയാം ആരാണ് ഈ തിരുവസ്ത്രത്തിനകത്ത് ഒളിച്ചിരിക്കുന്നതെന്ന്. ആ സ്ത്രീകൾ സമർപ്പിതരല്ല. അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു?
ഇത് ഫോട്ടോഷൂട്ട് നടത്തിയ സ്ത്രീ അതുപോലെ തന്നെ ഒരു പേര് കിട്ടാൻ വേണ്ടി, പണം കിട്ടാൻ വേണ്ടി. പക്ഷേ അതൊരു വലിയ ശാപമായി മാറും എന്നുള്ളത് അവർക്കറിയത്തില്ല. ഓക്കെ. ഞാൻ ഫോർമേഷൻ ഹൗസിലും ഉണ്ടായിരുന്നു. ഫോർമേഷന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും വാസന അവർക്കുണ്ടോ എന്നുള്ളതാണ്. രാത്രി കാലങ്ങൾ പോലും നമ്മൾ ഡോമട്രി ടോർച്ച് അടിച്ച് ചുറ്റി നടന്ന് നമ്മൾ നോക്കാറുണ്ട്. എങ്ങനെയാണ് ഇവരുടെ തന്നെ കട്ടിലേലാണോ, ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ, എന്തെങ്കിലും സ്നേഹപ്രകടനം നടത്തുന്നുണ്ടോ? അങ്ങനെ വാസനയുള്ള ഒരാളെ കാണുവാണെങ്കിൽ, ഒരു തരിയെങ്കിലും അവരിൽ ഉണ്ടെങ്കിൽ, നമ്മൾ അവരെ വിളിച്ച് ഉപദേശിച്ച് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. കാരണം ഒരു ചികിത്സ വഴി മാറി കിട്ടാവുന്നതല്ല ഇത് ഹോർമോൺ പ്രശ്നമാണ്. അത് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും സഭയിൽ എടുക്കത്തില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, തീർച്ചയായും സിസ്റ്റർ, ഉറപ്പായിട്ടും. ഞാനപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ അത്തരത്തിൽ സിസ്റ്റർ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, സിസ്റ്ററിന്റെ അനുഭവത്തിൽ നിന്നും സിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്ററിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെയാണ് സംസാരിച്ചത്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒരു സിസ്റ്റർ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എടുത്ത് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം അതൊരു തിരുവസ്ത്രമല്ല. അല്ലെങ്കിൽ ഒരു സിസ്റ്റർക്ക് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് എല്ലായിടത്തും പോകണമെന്നില്ല. ആസ് എ വൈദികർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ സിസ്റ്ററിനെ സംബന്ധിച്ചത് പറയുകയാണെങ്കിൽ സിസ്റ്റർ സാരിയാണ് എടുത്തിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതായത് ട്രെയിൻ യാത്രയാണെങ്കിലും മറ്റു സമയത്തൊക്കെ ആണെങ്കിലും ഈ ഒരു സാരി എന്ന് പറയുന്നത് പൊതുവെ നമുക്കറിയാം, സ്കൂൾ ടീച്ചേഴ്സിന് വരെ സാരി മാറ്റി അവർക്ക് ചുരിദാർ അലൗഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കോൺവെന്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് അത്തരത്തിലുള്ള ഒരു മാറ്റം, ഒരു പരിവർത്തനം അനിവാര്യമല്ലേ? സിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ അവരുടേതായ രീതിയിലുള്ള ഒരു വസ്ത്രധാരണം അത് അലൗഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അലവ് ചെയ്യും. പക്ഷെ അതിന് ജനറൽ ചാപ്റ്റർ, സഭാവസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ തീരുമാനമല്ല. എല്ലാ സഭയ്ക്കും അവരുടെ നിയമം അനുസരിച്ച് സഭാവസ്ത്രമുണ്ട്. ഞാൻ അനുസരണ വ്രതം എടുക്കുമ്പോൾ ആ സഭാവസ്ത്രത്തിൽ ആ സഭാവസ്ത്രം ഞാൻ ധരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം എഴുതി കൊടുക്കുമല്ലോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഇതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്റെ ഈ കോൺഗ്രിഗേഷനില്, എന്റെ ഈ സഭയില് ഈ സാരി തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഞാൻ നേരത്തെയും മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഭ തുടങ്ങിയത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ സ്ത്രീകൾ സാരിയാണ് ഉടുത്തിരുന്നത്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അമേരിക്കക്കാരനായ ഞങ്ങളുടെ സഭാ സ്ഥാപകൻ ബിഷപ്പ് ലൂയിസ് ലറാവോ മോറോ സ്വയം ഡിസൈൻ ചെയ്തതാണ് ഈ സാരി. കാരണം അവരിൽ ഒന്നാകണം, എന്നാലേ അവരുടെ വേദനയിലും അവരുടെ ദുഃഖത്തിലും അവരുടെ പ്രശ്നങ്ങളിലും നമുക്ക് പങ്കുകാരാകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഇതും വ്യഞ്ചരിച്ചതാണ്. ഇത് വ്യഞ്ചരിച്ചാണ് നമുക്ക് തരുന്നത്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ജർമ്മനി ചെന്നപ്പോ ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് പറഞ്ഞു, ഇനി അവിടുത്തെ കസ്റ്റം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു വസ്ത്രം ചൂസ് ചെയ്യാം, അത് ബ്ലെസ് ചെയ്ത് നമ്മുടെ സഭാവസ്ത്രം അവിടെ ആകും. നമ്മുടെ സിസ്റ്റേഴ്സ് പറഞ്ഞു വേണ്ട. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ മാലാഖമാരെ പോലിരിക്കും ഈ സാരി ഉടുത്ത് ഞങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോ. ഇത് ദൈവത്തിനോട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യരുത്. ഞങ്ങൾക്ക് നിങ്ങളെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അമേരിക്കയിൽ ചെന്നു. ആ സമയത്ത് ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനോ അതിൽ കൂടുതൽ അവിടെയുള്ള ആൾക്കാർക്കോ സ്കേർട്ടും ബ്ലൗസും വേണ്ട, ഗൗൺ വേണ്ട, ഈ മാലാഖമാരുടെ ഡ്രസ്സ് മതിയെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ടാൻസാനിയയിൽ പോയി, ഈസ്റ്റ് ആഫ്രിക്കയിൽ പോയി. അവിടെ ആദ്യത്തെ തവണ ഈ ടാൻസാനിയൻ സിസ്റ്റേഴ്സ് ആകുന്ന സമയത്ത് അവർക്ക് ഓപ്ഷൻ കൊടുത്തു. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഈ സാരി മതി. ഇപ്പം 10-20 വർഷം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ അവർക്കൊരു തോന്നൽ, ഇതൊന്നും മാറ്റിയാൽ എന്താണ്. ഞങ്ങളുടെ കഴിഞ്ഞ ജനറൽ ചാപ്റ്ററിൽ അവർക്ക് സ്കേർട്ടും ബ്ലൗസും വെയിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മിക്കവർക്കും ഒരു എക്സ്പെരിമെന്റൽ ലെവലായിട്ട് 6 വർഷത്തേക്ക് അനുവദിച്ചതാണ്. പലരുടെയും മാതാപിതാക്കൾ പറയുന്നത്, നിങ്ങൾ ഈ സാരി കണ്ടുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോയതാണ്. നിങ്ങളെ കണ്ടാൽ വിശുദ്ധി തോന്നും ആ സാരിക്കകത്ത്. നിങ്ങൾ ഇവിടെ സ്കേർട്ടും ബ്ലൗസും ഇട്ടുണ്ടല്ലോ നടന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? അങ്ങനെയാണ് അവരുടെ മാതാപിതാക്കളും നാട്ടുകാരും അവരോട് ചോദിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ പതുക്കെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് എനിക്കൊന്ന് യുവതലമുറയ്ക്കാണ് ഏറെ പ്രചോദനകരമാകുക.
കാരണം എന്താണ് സന്യാസം, എന്താണ് സന്യാസ ജീവിതം എന്നുള്ളതൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെയേറെ വ്യാജപ്രചരണങ്ങൾ മൂലം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്യസ്ത തന്നെ വന്ന് ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ഇത്രയും തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അത് ശരിക്കും യുവജനങ്ങൾക്ക് ഏറെ പ്രചോദനകരമാണ്. സിസ്റ്ററിന്റെ ഇത്രയും തിരക്കുള്ള സമയത്തും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, ഇത്രയും യുവജനങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി വന്ന് ചർച്ചയിൽ പങ്കെടുക്കുവാനും മനസ്സ് തുറന്ന് സിസ്റ്ററിന് അറിയാവുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി കാനൻ ലോയുടെ അടിസ്ഥാനത്തിൽ വരെ സംസാരിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ ചർച്ചകൾ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുകയല്ല. ഓരോ സന്യാസ ജീവിതവും എത്രയേറെ വിലപ്പെട്ടതാണെന്ന് ഓരോ സന്യസ്തരുടെയും നാവിൽ നിന്ന് വരുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മോട് സംസാരിച്ച ഈ ഒരു സിസ്റ്ററും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നിട്ടും അത് സർവൈവ് ചെയ്തത് തൻ്റെ സന്യാസ സഭയിലൂടെയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ആ സന്യാസ ജീവിതമെന്നും എന്താണ് മഠത്തിനുള്ളിൽ നടക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വചനമാണ്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. ഒരു കാരിസത്തെ പ്രതി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സഭാപിതാവ് ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുകയും പല വ്യക്തികൾ അതിനെ നയിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പരിപാലിക്കുന്നതും വളർത്തുന്നതും നല്ല ദൈവമാണ്. അതിനെ തകർക്കാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. നമ്മൾ വീണ്ടും മറ്റൊരു അതിഥിയുമായി നിങ്ങളുടെ മറ്റു ചില സംശയങ്ങൾക്ക് ഉത്തരവുമായി കണ്ടുമുട്ടും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.